യാത്രയുടെ അടിപൊളി ഒരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ലേയിലേക്ക് പോകുന്ന ദിവസമാണ്. സമയം രാവിലെ 6:21. ലേയിലേക്കുള്ള എൻട്രി തുറന്നു കിട്ടാൻ വേണ്ടി വണ്ടികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ കിടന്ന യാത്രാ നിവാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. അവിടെ സ്ലോ ചാർജ് പ്രൊവൈഡ് ചെയ്തു. വലിയ EV ആയിട്ട് വരുന്നവർ ദയവീത് അവിടെ ചാർജ് ചെയ്യാൻ ശ്രമിക്കണ്ട. അവർ നേരെ ദ്രാസിലൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ പോയി ചാർജ് ചെയ്താൽ മതി. നമ്മുടെ നെക്സോൺ പ്രൈം ഒക്കെ പോലത്തെ വണ്ടികളാണെങ്കിൽ മാത്രമേ അവിടെ ചാർജ് ചെയ്ത് കിട്ടത്തുള്ളൂ. നെക്സോൺ പ്രൈം പോലും 8 മണിക്കൂർ എനിക്കൊന്ന് നമ്മുടെ വണ്ടി ഏകദേശം 14 മണിക്കൂർ എടുത്തില്ല ചാർജ് ചെയ്യാൻ. കാരണം വോൾട്ടേജ് തീർത്തും കുറവാണ്, എർത്തില്ല. നമ്മുടെ എക്സ്റ്റൻഷൻ കേബിൾ വേണം, എർത്തിൻ്റെ കേബിൾ വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇല്ലാണ്ട് വാരി വണ്ടിക്കകത്തിട്ടിട്ട് ഗ്ലാസ് പൊക്കി വെച്ചിട്ട് ചാർജ് ചെയ്യുക. എന്നാണെങ്കിലും നമ്മുടെ ഒരു ഡ്രീമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. നല്ലതാണ്. ഇവിടെ തണുപ്പ് 7 ഡിഗ്രിയാണ് ഇപ്പോൾ വണ്ടിയെ കാണിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. ഇന്നലെ പക്ഷേ രാത്രിയൊക്കെ -1 ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ രാത്രി പല പ്രാവശ്യം വണ്ടിയെ പോയി നോക്കിയാണ് ഞാൻ ഇതൊന്ന് സെറ്റാക്കി എടുത്തത്. കാരണം വെച്ചാൽ ചില സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആരെങ്കിലും തട്ടിയിട്ട് നമ്മുടെ എർത്ത് ലൂസായി കാണും, എർത്ത് ലൂസായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വണ്ടി ചാർജ് ആകാതെ കിടക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുകയും വേണം. ഈ തണുപ്പത്ത് അതൊരു റിസ്ക് ഫാക്ടറാണ്, നല്ല തണുപ്പാണ്. ഇന്നിപ്പോൾ എത്ര മണിക്കൂർ കൊണ്ട് ലേ എത്തുമെന്ന് അറിയത്തില്ല. സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ദ്രാസിലൊരു ചാർജിങ് സ്റ്റേഷനുണ്ട്, എല്ലാം ഇന്ത്യൻ ഓയിലിൻ്റെയാണ്. ദ്രാസിലുണ്ട്, കാർഗിലുണ്ട്, കലാഷി എന്ന സ്ഥലത്തുണ്ട്, ലേയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ എൻ്റെ ഇതിൻ്റെ ടെറൈനും എങ്ങനെയുണ്ട്, കയറ്റമാണോ, ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയാം. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡായിട്ടിരിക്കുക. ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി. അപ്പം മാക്സിമം ഇന്നത്തെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നല്ല ടെറൈനാണ്, നല്ല കാഴ്ചകളാണ്. EV കൊണ്ട് വരുന്നവർക്ക് മനസ്സിലാകുന്ന പോലെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. EV കൊണ്ട് വരുന്നവർക്കാണ്, മറ്റവർക്ക് പ്രത്യേകിച്ച് വലിയ സീനൊന്നുമില്ല. അങ്ങ് പോയാൽ മതി. I-10 വരെ, ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ കിടക്കുന്ന I-10 വരെ ഇങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം പിന്നെ അത് പേടിക്കേണ്ട കാര്യമില്ല. ലേക്കാണോ കാർഗിലോട്ടാണോ? പിന്നെ ഒത്തിരി പേര് ഈ 0 പോയിന്റ് വരെ പോയിട്ട്, സോജിലയുടെ അവിടെ 0 പോയിന്റ് എന്ന സ്ഥലമുണ്ട്, അവിടം വരെ പോയിട്ട് തിരിച്ചു പോരുന്നവരുണ്ട്. ഇവർ ഇത് ക്ലിയർ ആക്കിയതിന് ശേഷമേ വിടുകയുള്ളൂ. റോഡ് ക്ലിയർ ആണെന്ന് കൺഫേം ആക്കിയതിന് ശേഷമേ വിടുകയുള്ളൂ. കാരണം മഞ്ഞുമലയൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് ദൂരത്തേക്ക് ഒരു മഞ്ഞ കളറിലാണ് കിടക്കുന്നത്. നമ്മളിവിടെ വലിയ ആൾ കളിക്കാനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മളവിടെ മുമ്പിൽ പട്ടാളക്കാർ പറയുന്നത് അനുസരിച്ച് കേൾക്കുക എന്നല്ലാതെ നമുക്ക് വലിയ റോളൊന്നുമില്ല ഇവിടെ. അപ്പം വണ്ടികൾ വിടും. ടാക്സി വണ്ടികളൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് വിടുന്നത്. ബാക്കി എല്ലാ വണ്ടികളും പ്രൈവറ്റ് വണ്ടികളും വിടുന്നുണ്ട്. വേറെ ചെക്കിങ് ഒന്നുമില്ല. അവർക്ക് അവരവരുടെ ഡ്യൂട്ടി ചെയ്യും. നമ്മളെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ കടത്തി വിടേണ്ട സമയത്ത് കടത്തി വിടും. EV കൊണ്ട് പോകുന്നവർ വലിയ ആവേശമൊന്നും കാണിക്കാതെ പതുക്കെ പോയാൽ നമുക്ക് അങ്ങ് മണ്ട വരെ പോകാൻ പറ്റും. നല്ല ടെമ്പറേച്ചറാണ്. അടുത്ത അവിടെയാണ് ഒരു ടണൽ വരാനായിട്ടുള്ളത്. ആ ടണൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ടണലിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഒരു കാഴ്ചകൾ തന്നെയാണ്. എന്നാ രസമാണ്. വെയിൽ മലയിലോട്ട് അടിക്കുമ്പോഴത്തെ ഒരു ഭംഗിയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ്. ഇവിടെ എന്താ ഫെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അത് ആ മഞ്ഞുമലയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ശരിക്കും കൺകുളിർക്കെ കാണേണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. തണുപ്പൊക്കെ ഉണ്ട്, എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം വന്ന് കാണേണ്ടതാണ്.
ഇവിടെ എല്ലാം BSNL ചെറുതായിട്ടാണെങ്കിലും റേഞ്ച് ഉണ്ട്. അതെല്ലാം കൂടെ ടെതർ ചെയ്യണ്ട കേട്ടോ. ഒത്തിരി ഫോൺ അടുപ്പിച്ച് ടാക്സി വണ്ടികളാണെങ്കിൽ നമ്മുടെ പുറകിൽ വണ്ടികൾ കുറവായിരിക്കും. ടാക്സി വണ്ടികൾ അല്ലെങ്കിൽ നിരന്ന് വണ്ടികൾ കാണും. ഒരുപാട് വണ്ടികൾ പുറകിൽ കിടപ്പുണ്ടായിരുന്നു. ഈ ഫോൺ വരെ എത്ര നേരം പിടിച്ച് നിൽക്കുമെന്ന് അറിയത്തില്ല. നല്ല തണുപ്പുണ്ട്. 7 ഡിഗ്രിയാണ് തണുപ്പ്. ഓ വാവ്, കാണണ്ട കാഴ്ചകൾ. അപ്പം മഞ്ഞ് കുറവായിട്ട് കണ്ട, അല്ലെങ്കിൽ ഇവിടെ എല്ലാം മഞ്ഞാണ്. ഫുള്ള് മഞ്ഞ് കാണേണ്ടതാണ്. അമർനാഥ് കേവ് 28 കിലോമീറ്റർ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം. അയ്യോ, അപ്പം ഡിസംബറിലൊക്കെ എന്നതായിരിക്കും അല്ലേടാ? ഇവിടെ എല്ലാം മഞ്ഞായിരിക്കും. പിന്നെ ഇത്രയൊക്കെ നന്നായിട്ട് ഈ റോഡൊക്കെ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. വഴി നീളെ ആടാണേ. ചെമ്മരിയാടുകൾ വഴി നീളെയുണ്ട്. അപ്പോൾ നമ്മൾ അതുങ്ങളെ തട്ടാതെ മുട്ടാതെയൊക്കെ നമ്മൾ പോകാൻ ശ്രമിക്കണം. ഇവിടെ എല്ലാവരും വരുമ്പോഴത്തേക്കും നല്ലൊരു ജാക്കറ്റ് ഒക്കെ ഇട്ട് വരിക. നല്ല ജാക്കറ്റ്. ഇപ്പോൾ തണുപ്പ് കുറഞ്ഞു നിൽക്കുന്ന സമയം ആയതുകൊണ്ട് ആയിട്ട് പോലും നല്ല തണുപ്പുണ്ട്. നമുക്ക് നല്ല ഇത് വേണം. നല്ലൊരു ഗ്ലൗസ് കൂടെ മേടിക്കണം. ഗ്ലൗസ് അതുപോലെ നമുക്ക് വല്ല വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈ തണുത്ത് അതുപോലെ ആയി പോകും. നല്ല ഗ്ലൗസ് വേണം. അതുപോലെ തന്നെ മറ്റേ വെതർ പ്രൂഫ് ഗ്ലൗസ് വേണം. കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ രസങ്ങളെല്ലാം പോകും. ടണൽ വരുന്നുണ്ട്, താഴേക്കൂടെ വലിയ വഴി വരുന്നുണ്ട്. ടണലിൽ കൂടെ കയറിയാണ് പോകുന്നത്. അന്നേരം സംഭവം എല്ലാം മാറും. നമുക്ക് റീജൻ കിട്ടുന്നിടത്തെല്ലാം നമ്മൾ റീജൻ ഇട്ടങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. തിരക്ക് പിടിക്കാതിരിക്കുക ഈ യാത്രയിൽ പോകുമ്പോൾ. എല്ലായിടത്തും ഈ കാഴ്ചകളൊക്കെ തന്നെയാണ്. ഓഫ് സീസൺ ആണ് പോലും, എന്നിട്ട് പോലും ഈ കാഴ്ചകളൊക്കെയാണ് കാണാനായിട്ടുള്ളത്. ഇതുപോലെ നല്ല മഞ്ഞും പരിപാടികളൊക്കെ. നമുക്ക് ഇത്ര മഞ്ഞ് തന്നെ നമുക്കെന്തോ വലിയ സംഭവമാണ്. പക്ഷേ ഇവിടുത്തുകാർ പറയുന്നത് മഞ്ഞൊന്നുമില്ല, ഇതൊന്നുമല്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഇടയ്ക്ക് മണ്ടയിലോട്ട് കൂടെ നോക്കിക്കണം. കല്ലുകൾ വന്ന് റോഡിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. വണ്ടി പാർക്ക് ചെയ്യുമ്പോഴും ആ രീതിയിലൊക്കെ പാർക്ക് ചെയ്യുക കേട്ടോ. ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇറക്കമുണ്ട്, കയറ്റമുണ്ട്. ന്യായമായിട്ടുള്ള ഇറക്കമുണ്ട്, ന്യായമായിട്ടുള്ള കയറ്റമുണ്ട്. കയറ്റം എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള കയറ്റമല്ല. ഒരു മര്യാദയ്ക്ക് അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് ന്യായമായ ഇതിൽ റീജനുമൊക്കെ പിടിച്ചങ്ങ് പോകും. നല്ല നല്ല ക്ലൈമറ്റാണ്. ഇപ്പം 6 ഡിഗ്രിയായി. ഇപ്പം സമയം 7 മണിയായി. ഒന്ന് വന്ന് പോകേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ ഈ റേഞ്ചിൻ്റെ കാര്യമൊക്കെ പറയുന്ന പ്രൈമിനെ ബേസ് ചെയ്തിട്ടാണ്. ശ്രീനഗറിൽ നിന്ന് നല്ല ഇപ്പം വലിയ വണ്ടി നമ്മുടെ നെക്സോൺ 45 ഒക്കെ പോലെയുള്ളതാണെങ്കിൽ ഇവിടെ ചാർജ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 400 കിലോമീറ്റർ മൈലേജുള്ള വണ്ടിയല്ലേ. നമുക്ക് റീജനും കാര്യങ്ങളൊക്കെ ഇട്ട് പോകാൻ പറ്റും. പിന്നെ IC എഞ്ചിനും കൊണ്ട് ഒരു നല്ല ഫ്ലെക്സിബിലിറ്റിയാണ്. പിന്നെ ഇത് സ്ഥിരം പോകുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇവിടെ ആ വഴിയാണ് നമ്മൾ വരേണ്ട മാത്രം. ഈ കയറ്റം എല്ലാം ഒഴിവായി. അതാണ് വ്യത്യാസം. ഇനിയും ഈ കാഴ്ചകളിൽ ഇച്ചിരി കുറവൊക്കെ വരുമെന്ന് പറഞ്ഞാലും കയറ്റം ഭയങ്കരമായിട്ട് കുറഞ്ഞു. ആ മേളിൽ നമ്മളാ കയറി വരുന്ന കയറ്റം ആ ടണലിൻ്റെ അവിടുന്ന് ഫുള്ള് ലെവലായിട്ട് താഴെ റോഡൊക്കെ പണിത് കിടക്കുക. ഇനി ടണലിൻ്റെ പണി തീരാണ്ടുള്ളതുകൊണ്ടായിരിക്കും ഓപ്പൺ ആക്കി കൊടുക്കാത്തത്. മഞ്ഞുമല ഒരു ഭംഗിയാണ് കേട്ടോ. ഒരിടം കഴിയുമ്പോൾ അടുത്തോടത്തോട്ട്. നമുക്ക് ഈ യാത്രയ്ക്ക് വഴിയൊരുക്കിയത് നമ്മുടെ ലെക്സോൺ ടാറ്റയാണ്. ലെക്സോൺ ടാറ്റയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾക്ക് ലെക്സോണിൽ നിന്ന് വണ്ടി എടുക്കാനോ ടെസ്റ്റ് ഡ്രൈവിനോ ഒക്കെ വേണ്ടിയിട്ട് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അവർ നിങ്ങൾക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തരും. അപ്പം ധൈര്യമായിട്ട് നിങ്ങളുടെ സർവീസ് സംബന്ധമായിക്കോട്ടെ, ഏത് കാര്യത്തിനായിക്കോട്ടെ നിങ്ങൾക്ക് ലെക്സോണിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം
ഞങ്ങൾ ഒരിക്കൽ കൂടി താങ്ക് യു പറയുകയാണ്. ഇതുപോലൊരു നല്ല കാഴ്ചകളിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയത് അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പം താങ്ക് യു വെരി മച്ച്. ഇതൊക്കെ മേളിൽ നിന്ന് വന്നതാണ് അവിടെ. ലേക്ക് പോകാൻ വണ്ടി ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല റോഡ് തന്നെയാണ്. ഏത് വണ്ടിയും ഓൾട്ട വരെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് വണ്ടിയുണ്ട്. ചില ദിവസങ്ങളിലാണെങ്കിൽ വൺ സൈഡ് മാത്രമേ വണ്ടി വിടുകയുള്ളെന്നാകട്ടെ. ഇന്ന് പക്ഷേ രണ്ട് സൈഡിലോട്ടും വിടുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെക്ക് പോയിന്റിൽ എത്തുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് പോവാം. ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം കേട്ടോ. ഒരു ദിവസം ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമുക്ക് ദാഹിക്കുകയല്ല, മനഃപൂർവ്വം വെള്ളം കുടിച്ചാൽ കയറ്റം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ഇൻക്ലൈനാണ്. നിൻ്റെ ഫോണിൽ ഇത് ഷെയർ ചെയ്തിട്ട് നീ ഇത് വെച്ച് ഉയ്യോ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇടിഞ്ഞിങ്ങ് പോരുന്നേ. അയ്യോ ഇതുവഴി കയറി പോവാ അയാൾ. ഒരു പുള്ളി കയറി പോകുന്നുണ്ടോ? ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ചായ വേണമെങ്കിൽ ചായ കുടിക്കാം. ഇങ്ങോട്ടുള്ള സപ്ലൈസുമായിട്ട് വരുന്നവരും കാണും. നാഷണൽ ഹൈവേ 1 ആണ്. ഇവിടെ ഈ മണ്ണിടിച്ചിലും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് ഇതിൽ കൂടുതൽ നന്നാക്കി ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉള്ളതുകൊണ്ട്, ബ്രോ ഉള്ളതുകൊണ്ടാണ് ഈ വഴിയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അത്രയെങ്കിലും നമുക്ക് യാത്ര ചെയ്ത് പോയി കാഴ്ചകൾ കാണാൻ വേണ്ടി ഉള്ള പരുവത്തിൽ കിടക്കുന്നത്. പിന്നെ ന്യായമായിട്ട് വണ്ടിയും വരുന്നുണ്ട്. 1-2 വണ്ടിയല്ല. അതേ അടുത്ത വണ്ടി നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ആ വെന്യൂവിനും നമ്പർ പ്ലേറ്റ്. ഇവരെന്തുകൊണ്ട് ഈ നമ്പർ പ്ലേറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കണം ആരോടെങ്കിലും. നമ്മളീ പോകുന്ന വഴിക്കത്തെ മഞ്ഞുമലയും അതിൻ്റെ കാഴ്ചകളും റോഡിലെ വിശേഷങ്ങളുമാണ് നമ്മളീ കാണുന്നത്. ഈ സൈഡിൽ വന്ന് ചെന്നിക്കിടക്കുന്നത് മഞ്ഞാണ്. നേരത്തെ ഉണ്ടായ ഒരു അവലാഞ്ചയുടെ ബാക്കി പത്രമാണ്. ഇതിൻ്റെയൊക്കെ ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഭംഗിയാണ്. ഇവിടെയെല്ലാം ഈ മഞ്ഞ് ഉരുകി ഇടിഞ്ഞു വീണ് മൊത്തത്തിൽ പണിയായി കിടക്കുക കേട്ടോ. അല്ലാതെ ഇത് മറ്റേ ബ്രോ ശരിയാക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ വന്നു പോകുന്നത്. ഇതെന്താ താഴത്തെ താഴ്വാരത്തിലെ കുഴിയൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. അതുപോലെ കാഴ്ചയില്ല. മഞ്ഞ് കല്ലൊക്കെ കണ്ടോ ഇരിക്കുന്ന, ഇളകി പറഞ്ഞ് വീഴാറായ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്.
ഞങ്ങൾ സോജിലയുടെ അടുത്ത് ഞങ്ങളിവിടെ ഒരു കാപ്പ് കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തിയതാണ്. വണ്ടികളൊക്കെ പറന്നു വരുന്നുണ്ട്. ഇതൊക്കെയല്ലേ മക്കളെ കാഴ്ചകൾ. നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ കാഴ്ചകളാണ്. നമ്മൾ ഇത്ര മഞ്ഞൊക്കെ കാണുന്ന ആദ്യമായിട്ടല്ലേ, ഇത്ര അടുത്ത് കാണുന്നു. ഇതാണ് 0 പോയിൻ്റ്. നമ്മൾ സോൻമാർഗിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷനാണ്. ഇവിടെ ആൾക്കാർ നിൽക്കുന്നതാണ് 0 പോയിൻ്റ്. താഴോട്ട് ഇറങ്ങി പോകണം. മേളിൽ നിന്ന് മഞ്ഞ് വീണ് കിടക്കുന്നതിൻ്റെ അത്. ഇവിടെ എല്ലാം നിറഞ്ഞ് മഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ വണ്ടി അങ്ങനെ സോജില പാസിൻ്റെ അടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റി. 0 പോയിൻറ്റിൻ്റെ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റി. വേസ്റ്റ് ഇടുന്ന കാര്യത്തിൽ ആരും പിന്നോട്ടല്ല, മുഴുവൻ വേസ്റ്റാണ്. അല്ല, വേസ്റ്റ് ഇടുന്ന കാര്യത്തിൽ ആരും പിന്നോട്ടല്ലെന്ന്. 10 കുപ്പിയുണ്ട്, അത് കൈ വെച്ചാൽ എന്തെങ്കിലും പറ്റുമോ? ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. വെയിലിന് നല്ല തീവ്രതയാണ് കേട്ടോ. നമുക്ക് തോന്നുന്ന തണുപ്പുള്ളതുകൊണ്ട് വെയിലിന് അധികം ചൂടില്ലാന്ന് തോന്നും. ചൂടല്ല, നല്ല വെട്ടമാണ്. നമ്മുടെ കണ്ണ് ഒരു ഷെയ്ഡ്സൊക്കെ ഉള്ളത് നല്ലതാണ്. മൈൻഡ് ഓൺ ഡ്രൈവ്, ഹാൻഡ്സ് ഓൺ വീൽ, ഐസ് ഓൺ റോഡ്. അതെ അതെ, ഓവർ കഴിച്ച് കാണുമ്പോൾ 8 8 പണി കിട്ടുമെന്ന്. തിരിച്ചു കയറി വരുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത് എനിക്കൊരു ചെറിയ ഭയമില്ലാതില്ല. ഈ കയറ്റമെല്ലാം കയറി വരണ്ട, ഈ ഇറക്കം ഇറങ്ങിയതല്ല അറിയത്തില്ലല്ലോ. ഈ താഴെ കിടക്കുന്ന മഞ്ഞെല്ലാം ഈ റോഡിൽ നിന്നേ തള്ളി മാറ്റി നമുക്ക് വഴി സുഗമമാക്കി തന്നേക്കുന്ന ഇത് ഇന്നലത്തെ ഒന്നുമല്ല, കുറച്ച് ദിവസം ആയതാണ്. ചേട്ടാ, നിങ്ങൾ ഭയങ്കരമായ ആള്. അയാളെന്നാ പോക്കാ പോയതല്ലേ? ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ, കുഴിയിലയാള്. നമ്മളെ ഈ വഴിയിൽ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. കുഞ്ഞുകളിയല്ല, താഴെയൊക്കെ കൊക്കയെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നമ്മളാ മത്തായിക്കൊക്കയെന്നൊക്കെ പോകുന്ന പോലെ ഇരിക്കും. അതിനേക്കാളും മോശമായിരിക്കും. എടാ, താഴെ കുഴിയെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ അവിടെ പോവുകയാണെങ്കിലും വല്ല മരത്തേലെങ്കിലും തടഞ്ഞു നിൽക്കും. ഇത് എന്നാത്തെ തടഞ്ഞു നിൽക്കുക കേട്ടോ. റീജൻ 1% പോലും കയറി ഈ പണി എല്ലാം പണി. ബാറ്ററി കൺസ്യൂം ചെയ്യുന്നില്ല. $32 കിലോമീറ്റർ ഓടി. 32 കിലോമീറ്ററും കൂടെ ഓടിയ ദ്രാസ്.
ഞങ്ങൾ ഈ ഇറക്കം ഇറങ്ങി തുടങ്ങിയപ്പം റീജൻ കിട്ടുമല്ലോ നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷേ ആ സന്തോഷം തിരിച്ചു കയറുമ്പം കാണുമോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. ഒരു 10 കിലോമീറ്ററെങ്കിലും ആയി കാണത്തില്ല ഇറക്കം. അത്ര ഈസി ആയിരിക്കും തോന്നുന്നില്ല. താഴെ വരെ കയറ്റമാണ്, ഇറക്കമാണ്. കിലോമീറ്റർ കൂടുന്നുണ്ട്. ഈ ടണലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ ഒന്നും പേടിക്കാം, നേരെ അടിയിൽ കൂടി ഇങ്ങ് പോരുമല്ലേ. ഇവിടെ താഴെ എനിക്ക് ടണലിന്റെ പണി നടക്കുന്നതിന്റെ ഞാൻ തോന്നുന്നു. താഴെ ഭയങ്കരമായിട്ട് വലിയൊരു ഏരിയ തന്നെ ഈ ക്രഷറല്ല അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് താഴെ. ഇതുണ്ടോ, ഇത് ഭയങ്കര ഇറക്കം കേട്ടോ, വിചാരിക്കുന്ന പോലെയല്ല. അങ്ങോട്ട് നല്ല ഇറക്കം, ഒന്നും പേടിക്കാണ്ടില്ല. പക്ഷെ തിരിച്ച് ഇറക്കം എന്ന് പറഞ്ഞാൽ ഇനിയുണ്ട്. ആ ലെവൽ റോഡ് കാണുന്ന അവിടം വരെ ചെല്ലണം, അവിടം വരെയാണ് ഇറക്കം. ഇത് ഇറക്കം എന്ന് പറഞ്ഞാലും വഴി രണ്ട് സൈഡും കാണാനൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ. സംഭവമൊക്കെ സെറ്റാണ്. പക്ഷെ ഈ ഇറക്കം തിരിച്ച് നമ്മുടെ ഈ നെക്സോൺ EV പ്രൈമാണ്, അതെങ്ങനെ തിരിച്ചിറങ്ങും എന്നുള്ളത് നമുക്കറിയത്തില്ല. തിരിച്ച് കയറും എന്നുള്ളത് നമ്മളിപ്പോ ഒന്നും നോക്കുന്നില്ല. നമ്മളിപ്പോ എങ്ങനെയെങ്കിലും താഴോട്ട് ഇറങ്ങി പോവാ. അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും ഇതിനി എങ്ങനെയാണ് വരാൻ പറ്റുന്നെന്നുള്ളത് എനിക്കറിയില്ല. അവിടം വരെ തിരിച്ചാ മണാലി വഴി ഇറങ്ങി പോകാൻ അത് ഫുൾ ഇതുപോലെ ഇറക്കുമായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. കാർഗിൽ വരെ ഇറക്കുവാന്നാ പറഞ്ഞു. നമ്മുടെ ഒരു സുഹൃത്ത് നേരത്തെ XCV 9S പോയ പുള്ളി പറഞ്ഞ ഏകദേശം ഒരു 100 കിലോമീറ്ററിലെ ഇറക്കവും കയറ്റവും ആയിട്ടാണ്, അല്ല ഇറക്കവും ലെവൽ റോഡും ആയിട്ടാണ് കാർഗിൽ വരെ എന്നാ പറഞ്ഞ്. അങ്ങോട്ട് നമുക്ക് എങ്ങനെയും ഇറങ്ങിപ്പോരാം. ടണലൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കുറെ ആശ്വാസമുണ്ട്. പക്ഷെ എന്നാലും ഇറക്കം തന്നെയല്ലേ ടണല്. ടണല് നേരെ അല്ലടാ വരുന്നത്, ഇത്രയും പ്രശ്നം വരുമല്ലേ. ഇപ്പൊ കുതിര കുഞ്ഞുങ്ങളും അതുണ്ടോ, കുതിരയുടെ കുഞ്ഞുങ്ങളുവാ. ഈ നെക്സോൺ EV പ്രൈമും കൊണ്ട് ലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഈ കയറ്റം അവരെങ്ങനെ സോൾവ് ചെയ്തെന്നുള്ളത് എടാ നമുക്ക് ഒരാളോട് ചോദിക്കാനുണ്ട്. നോയിസ് ഫാക്ടറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ളൊരു ടീമുണ്ട്, അവരോട് ചോദിക്കാം. അവരിവിടെ വന്നതാണ് നെക്സോൺ EV പ്രൈമൽ. അപ്പോൾ അവർ ഈ കയറ്റം കയറാൻ വേണ്ടി അന്ന് ചാർജിങ് സ്റ്റേഷൻ ഒന്നും ഇല്ലാത്തപ്പോൾ അവരിതെങ്ങനെ മാനേജ് ചെയ്തെന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഇവിടെയാണ് സോജന ടണലിൻ്റെ എക്സിറ്റ് വരുന്നത്. ഈ താഴത്ത് നമ്മളവിടെ നിന്ന് കയറി കഴിയുമ്പോൾ എക്സിറ്റ് വരുന്ന ഒരു ഭാഗമാണ്. വഴിയും കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത്, ഇങ്ങനെ സെറ്റായിട്ട്. ഇതുണ്ടോ, വെൽക്കം ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി കാർഗിൽ, ദ്രാസ് 25 കിലോമീറ്റർ.
കാർഗിൽ 84, നമുക്ക് 88 ഓഫാക്കി. നമ്മളിപ്പം കാർഗിൽ ലഡാക്ക് ഡിവിഷൻ പോലീസിൻ്റെ ഡിവിഷനിലോട്ട് കയറി. ലഡാക്ക് പോലീസിൻ്റെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടി നമ്മളോട് ചോദിക്കുകയല്ല, നമ്പറൊക്കെ എഴുതിയെടുക്കും. ചില വണ്ടിക്കാരോട് പേരും ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. ഓൾട്ടോ മാത്രമല്ല മാരുതിയും വരുന്നുണ്ട് ഈ വഴി. ലൈൻ കമ്പി ഒന്നും ഒരിക്കലും ഒന്നും വീണ് പോകുമെന്ന് പേടിക്കണ്ട. നല്ലൊരു സ്ഥലമാണ് ദ്രാസ്. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ വന്നേക്കുന്ന സ്ഥലമാണ്. -60 വരെ അങ്ങോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു പമ്പുണ്ട്. ആ പമ്പിൽ നമുക്ക് ദ്രാസിലൊരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്. അവിടെ ചാർജിങ് സ്റ്റേഷൻ ഉള്ളതാണ്. ഇപ്പം നോക്കുമ്പോൾ അത് വർക്കിംഗ് അല്ല. ഇല്ലെങ്കിൽ നമ്മൾ കാർഗിലിലോട്ട് പോകും, കാർഗിലിൽ ചാർജ് ചെയ്യും. നമ്മളിപ്പം ദ്രാസിലാണ് എത്തിയത്. സോൻമാർഗിൽ നിന്ന് ഏകദേശം 62 കിലോമീറ്റർ ഉണ്ട് ദ്രാസ്. എത്തുന്നേ ഉള്ളത് ദ്രാസിൻ്റെ ബോർഡറിലെത്തി. ഇനി ഒരു 2 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഇവിടെയൊക്കെ താമസിക്കുന്നവരുണ്ട് കേട്ടോ, താമസക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ലേ പോകുന്ന വഴിക്ക് ഖാൻ ബ്രദേഴ്സിൻ്റെ ഫില്ലിംഗ് സ്റ്റേഷൻ ദ്രാസ്, അതായത് ദ്രാസ് ടൗൺ കഴിഞ്ഞ ഉടനെ ഇന്ത്യൻ ഓയിലിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ്. അവിടെയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യുന്നത്. നല്ല മെഷീനാണ്. വെടിയും പുകയും പോലെ കയറുന്നുമുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ വരുമ്പോൾ ഇത് ഓഫായല്ല, അവർ ഓണാക്കിയിട്ടില്ലായിരുന്നു. ഇവിടുത്തെ എല്ലാ ചാർജിങ് സ്റ്റേഷനും രാത്രി 9 മണിയാകുമ്പോൾ ഓഫാക്കും. അപ്പം ഓഫാക്കി കിടക്കുമായിരുന്നു. അപ്പോൾ അതും ഓണാക്കി തന്നു. നമ്മൾ ചാർജ് ചെയ്യാൻ പറ്റി. നമ്മളിവിടെ എത്തിയപ്പോഴത്തേന് 50% ആയിരുന്നു. ഏകദേശം 65 കിലോമീറ്ററോളം നമ്മൾ ഓടിച്ചു. നമ്മുടെ ബാക്കിൽ കാണുന്ന മലനിരകളും ഇതെല്ലാം താഴ്വാരങ്ങളെല്ലാം മഞ്ഞ് മൂടുന്നതാണ്. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. നമ്മൾ ദ്രാസിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്ത് ഇറങ്ങി. 304 കിലോമീറ്ററാണ് ഇപ്പം കാണിക്കുന്നത്. രാവിലെ 179 കിലോമീറ്ററേ കാണിക്കുന്നുള്ളായിരുന്നു 100%. ഇവിടെ വന്നപ്പോഴത്തേന് അത് 304 കിലോമീറ്റർ കാണിച്ചു. ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. ഇപ്പം 17 ഡിഗ്രി ടെമ്പറേച്ചറായി. നല്ല അത്യാവശ്യം വെയിൽ നല്ല പൊള്ളുന്ന ചൂടാണ്. അത്യാവശ്യം ചൂടുണ്ട്. നമുക്ക് വേണമെങ്കിൽ AC ഇടാം എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നൊരു ചൂടാണ്. പുറത്തുനിന്ന് കാറ്റടിക്കുന്നത് നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. പക്ഷേ നമ്മൾ നല്ല വെയിലാണ്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ പലപ്പോഴായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റേ ട്യൂൺഡായിട്ടൊക്കെ ഇരുന്നോളുക. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് പ്ലാൻ ചെയ്യണം. നല്ലൊരു ലൊക്കാലിറ്റി, നല്ലൊരു എൻവയറമെൻറ്റിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ചുറ്റും മരങ്ങളും ഭയങ്കര രസമാണ്. ഇവിടെയൊക്കെ ഒരുപാട് ഫാമിലികളൊക്കെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് കാർഗിൽ വാർ മെമ്മോറിയലിലാണ്. ഇവിടെ നമുക്ക് വേണ്ടി മരണപ്പെട്ട ഒരുപാട് പേരുടെ ഓർമ്മ സൂക്ഷിക്കുന്നുണ്ട്. നമ്മളുമായിട്ട് ഒരു പരിചയവും ഇല്ലാത്ത ഒരുപാട് പേര് നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല. അതുപോലെ റെഡ് ലൈൻ മാർക്ക് ചെയ്തേക്കുന്നിടത്തൊന്നും നമ്മളത് ക്രോസ് ചെയ്യാനും പാടില്ല.